നിങ്ങൾ ദുരുദ്ദേശത്തോടെ കാര്യങ്ങൾ കാണുകയും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനകത്ത് മറ്റ് തിരിച്ചടികൾ വരിക. നമ്മൾ കണ്ട കാര്യം പറയുന്നു എന്നുള്ളത്. ഈ പിണറായിൽ തുടങ്ങി പിണറായിൽ അവസാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന വിമർശകരോട് എന്താ മറുപടി പറയുക? അതെല്ലാം ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ പലതും ചിലപ്പോൾ മനസ്സിൽ വെക്കാതെ ഇങ്ങനെ പുറത്ത് പറഞ്ഞു വരും. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ക്ഷീണവും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്രയും പോരാ രണ്ടാം പിണറായി സർക്കാർ എന്നുള്ളൊരു അഭിപ്രായം ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ആസ് എ ടീം ലീഡർ CMൻ്റെ ഒരു അസസ്മെൻ്റ് എന്താണ്? എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. കാരണം അതൊക്കെ നമ്മുടെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ഒരു പ്രതീതിയാണ്. കാരണം ചില പ്രധാനികൾ നമ്മുടെ രംഗത്തുണ്ടായിരുന്നല്ലോ. ആ പ്രധാനികൾക്ക് പകരം ആവുമോ ഈ വരുന്നവർ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ആരുടെയും ഉദാഹരണം എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഏതൊരു ആളെടുത്ത് പരിശോധിച്ചാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുക. ഒരു പ്രയാസവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ കേരളത്തിലെ വളർച്ച അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ പിന്നെ കേരളത്തിനെ പൊതുവിലും എങ്ങനെയാണ് ബാധിക്കുക? BJPക്ക് കേരളത്തിൽ വലിയ വളർച്ചയുണ്ട് എന്ന് പറയാനാവില്ല. പക്ഷേ BJPയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് BJPയുടെ അടിസ്ഥാനം RSS ആണ്. ഇന്ത്യയിൽ RSSന് ഏറ്റവും നല്ല സംഘടന നേരത്തെയുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് നല്ല സംഘടനാ ശേഷിയാണ് RSS ആർജിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ അഖിലേന്ത്യാ അടിസ്ഥാനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും RSS പ്രചാരകരായിട്ട് പോയിട്ടുള്ള ആളുകൾ കേരളത്തിലുള്ളവരാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ RSSൻ്റെ ശേഷി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ശേഷി അവർക്കുണ്ട്. പക്ഷേ അവർക്ക് അത് ആ തരത്തിൽ രാഷ്ട്രീയമായി ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം അവർ തിരിച്ചറിയുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിന് നേരെ നല്ലതുപോലെ ആഞ്ഞടിച്ച് നോക്കുന്നത്. ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പുതിയ അടവുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ MLA സ്ഥാനം ലഭിക്കുന്നതിനിടയാക്കിയത് ഇവിടുത്തെ ചില ദൗർബല്യങ്ങളായിരുന്നു, ആ മേഖലയിലുണ്ടായ ദൗർബല്യങ്ങൾ. അപ്പോൾ അതിൽ കോൺഗ്രസ് കൂട്ടിന് വന്ന ചോർച്ചയെല്ലാം ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതേ കാര്യമാണ് തൃശ്ശൂരിലും സംഭവിച്ചത്. അവർ നല്ല വോട്ട് കോൺഗ്രസ്സിന് ചോർന്നുപോയി, അതപ്പുറത്ത് പോകുന്ന നിലയുണ്ടായി. ഇതാണ് സംഭവിക്കുന്നത്. BJPക്കെതിരെയുള്ള ഒരു പൊതുവായ യോജിപ്പ് വളർത്തിയെടുക്കുക, സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പൊതുവെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുക, ഇതാണ് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന കാര്യം. പക്ഷേ പിന്നെ ഇത് പോയി പറയുന്ന പോലെ ഒരു പ്രതീതിയിലേക്ക് എത്തി. നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്, വലിയ പാർട്ടിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റേത് എന്നാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്, വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട്. അതിലൊക്കെ ഒരു നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. അത്രയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്. യൂണിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു യൂണിറ്റി എന്നല്ല വേണ്ടത്. BJPക്കെതിരെയുള്ള പ്രശ്നങ്ങളിൽ യോജിപ്പെന്നതാണല്ലോ. BJPക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യോജിപ്പ് അന്നേരം ഉണ്ടാവും. ആ യോജിപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം. പക്ഷേ അതിന് തങ്ങളുടെ നില വലിയ തോതിൽ ഒരു സ്ഥാനം വല്ലാതെ കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ യോജിപ്പിന് തടസ്സമാക്കി വരുന്ന നില കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലയിൽ കാണാൻ പറ്റുക. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലയിലും ഇതേ സമീപനം കാണാൻ കഴിയും.
എന്നാൽ പല ഇഷ്യൂസിലും കേരളം നേതൃത്വം എടുത്തിട്ട് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് തമിഴ്നാടുമായിട്ട് സഹിച്ച് നമ്മൾ അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് BJPക്കെതിരെ പല ഇഷ്യൂസിൽ അങ്ങനെ. അല്ല, അത്തരം ഇഷ്യൂസിൽ യോജിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം ഏത് കാര്യത്തിന് മുൻകൈ എടുക്കുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം പ്രധാനം കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസ്സിൽ അതിനോട് വിയോജിപ്പുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് ആൾക്കാരെ ബന്ധപ്പെടാൻ നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടായി എന്ന് വരും. അതേസമയം മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാലിനൊക്കെ മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചാൽ എല്ലാവരെയും സഹകരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. CM അതിനകത്ത് തന്നെ CM പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ ശരിക്കും ഞെരുക്കുകയായിരുന്നു. അപ്പം അതും കൂടെ വെച്ച് നോക്കുമ്പം ഇതെങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു? ഒരു പ്രത്യേകിച്ച് വലിയ കേടുപാട് ഇല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു അതിൽ സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് രണ്ടു കൂട്ടരും കാണേണ്ടത് രണ്ടു കൂട്ടരും കൂടി ചേർന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പുരോഗതി. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല വേണ്ടത്. എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ രാജ്യം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപനം. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരെ വല്ലാത്ത ഒരു പ്രത്യേക എന്തോ ഒരു പകയോടെയുള്ള സമീപനമെന്ന് തോന്നുമാറുള്ള സമീപനം വന്നത്. അതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. വിയോജിപ്പുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറയും. പക്ഷേ വിയോജിപ്പുള്ളത് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല. പിന്നെയും ബന്ധപ്പെടണം. വിയോജിപ്പുള്ളത് അപ്പോൾ പറയുക, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയും ബന്ധപ്പെടുക. ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ലഭിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം തുടരുക. ഈ നേരത്തെ വിയോജിപ്പുള്ള കാര്യത്തിൽ തന്നെ അതിനു വേണ്ടി വീണ്ടും അവരെ സമീപിച്ച് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് തുടരുന്നത്, സംസ്ഥാന ഗവൺമെൻറ് തുടരുന്നത്. ഒരു ഞങ്ങളായിട്ട് വിരോധപരമായൊരു സമീപനം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ സഹകരണത്തിൻ്റെതായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അതിൻ്റേതായ ഒരു തിരിച്ചനുഭവമല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നില പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അത് സാമ്പത്തിക സഹായത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. അതിപ്പോൾ ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എല്ലാവരും മെച്ചപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നതാണല്ലോ. പക്ഷെ നമുക്ക് എയിംസ് ഇല്ലാലോ. എയിംസിൻ്റെ കാര്യത്തിൽ പലതവണ പ്രധാനമന്ത്രിയായിട്ടടക്കം സംസാരിച്ചതാണ്. ആ സംസാരമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഇപ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ പിറ്റത്തെ പ്രഖ്യാപനം വരുമ്പോൾ എയിംസ് അതിലില്ല. ഇതൊരു തവണയല്ല, പലതവണ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനി അവരെ സമീപിക്കേണ്ടതെന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തവണ ആരോഗ്യമന്ത്രി നന്ദയാണല്ലോ, അദ്ദേഹത്തെ കൂടി കണ്ട് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക. കാരണം സംസ്ഥാനത്തിൻ്റെ ആവശ്യമല്ലേ, അതിനുവേണ്ടി ശ്രമം തുടരണമല്ലോ. അനുവദിക്കേണ്ടത് അവരാണ്. അനുവദിക്കാതിരിക്കുന്നതിലുള്ള വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞൊന്നും വരും. റെയിൽവേ വികസനത്തിൽ ഒരു പ്രപ്പോസൽ കൊടുത്തതാണല്ലോ. ആ പ്രപ്പോസൽ പിന്നെ അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിഷമമുണ്ടെന്നുള്ളൊരു നില വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ സാധാരണഗതിയിൽ ന്യായമൊന്നും അതിനില്ല. കാരണം എല്ലാ സ്ഥലത്തും കൂടുതൽ സ്പീഡുള്ള റെയിൽ ഓടുന്നുണ്ട്. നമ്മളും അത്തരമൊരു റെയിലാണ് ഈ കെ റെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണഗതിയിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ അതിന് അംഗീകാരം തരേണ്ടതാണ്. പക്ഷേ ഇവിടെ ചിലർ അതിനെ എതിർത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്. പിന്നെ മനസ്സിലായി അത് തുടരാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവിടെ തൽക്കാലം അവിടെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇ ശ്രീധരൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. ആ പ്രപ്പോസൽ ഇത് നടപ്പാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ പ്രപ്പോസലിൽ ചില വ്യത്യാസങ്ങൾ അതിനുണ്ട്. പക്ഷേ റെയിലല്ലേ, ഇത് ഈ പറയുന്ന തരത്തിൽ റെയിൽവേ വരട്ടെ എന്നൊരു ധാരണയാണ് നമ്മൾ നയിച്ചത്.
ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്തെന്നറിയണം. അപ്പോൾ കേന്ദ്രമന്ത്രിയോട് തന്നെ ആ കാര്യം ബന്ധപ്പെട്ടു. എനിക്കന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഞങ്ങളെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നം തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹം കൊണ്ടുതരും, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായം അറിയാതെ പിന്നെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് എത്തിച്ചു. ഒരു മറുപടി ഇപ്പോൾ ഇല്ല അതിനെപ്പറ്റി. ഈ ഒരു ഹൈ സ്പീഡ് റെയിൽ വേണം കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഈ നമ്മൾ കേരള സിൽവർ ലൈൻ നടപ്പാക്കിയ രീതിയിൽ ഒരു അവധാനതക്കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ. അല്ല, സിൽവർ ലൈൻ നടപ്പായിട്ടില്ല. അല്ല, അതിന്റെ കല്ലിടൽ മുതലുള്ള പ്രക്രിയ അതല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം. ഇത് എന്താ നടപ്പായിട്ടുള്ളത്? നമ്മൾ സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പദ്ധതിക്ക് സ്ഥലം എടുക്കണ്ടേ? ആ സ്ഥലം എടുത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇത് പദ്ധതി അംഗീകരിച്ചാലേ സ്ഥലം എടുക്കൂ. പദ്ധതി അംഗീകാരം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണല്ലോ പിന്നെ കല്ലിടുന്നത്. പദ്ധതിയുടെ അംഗീകാരം കിട്ടില്ല എന്ന് അന്ന് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണല്ലോ അത്. അപ്പോൾ അതിനേതെങ്കിലും തരത്തിലുള്ള തടസ്സം പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് വന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ വേണ്ട എന്നുള്ളത് വെച്ചാൽ നമ്മുടെ നാടിനാണ് നഷ്ടം. ഇടതുപക്ഷത്തിന്റെ സമയത്ത് വേണ്ട എന്നതാണോ? എന്താണെന്നറിയില്ല. ഇപ്പോൾ വേണ്ട എന്നാണ് ചിലരുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ എപ്പോഴാണ്? കാലം കടന്നു പോവില്ലേ? നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? ഇപ്പോൾ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? സാധാരണഗതിയിൽ ഒരു എക്സ്ക്ലൂസീവ് ലൈൻ ഉണ്ടാകുക, അതിലൂടെ ഫാസ്റ്റ് ട്രെയിൻ പോവുക, നല്ല രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അതിന് മാത്രമാണല്ലോ നമ്മൾ ശ്രമിച്ചത്. അത് LDFന് പ്രത്യേകം എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു എന്നതിലാണ് ഉദ്ദേശമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പായിക്കോട്ടെ. നമുക്ക് ലൈൻ വേണമെന്നല്ലേ ഉള്ളൂ. അതും ഞാൻ അവരോട് സംസാരിച്ചതാണ്. അത് ഇത് എന്തെങ്കിലും അതിനകത്ത് മറ്റു ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് തടസ്സമില്ല. നിങ്ങൾ നടപ്പായിക്കോ, ഞങ്ങൾ നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ഉദ്ദേശം. എല്ലാം നല്ല മറുപടി ആയിരിക്കുമല്ലോ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. ഒരു റീസണും പറഞ്ഞിട്ടില്ല. കാരണം ഈ ശ്രീധരൻ പറഞ്ഞ സമയത്ത് റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതെ, അതെല്ലാം നല്ല നിലക്ക് സംസാരിക്കാൻ വിദഗ്ധരാണ് അവരൊക്കെ. പക്ഷെ കാര്യം നടക്കില്ല എന്ന് മാത്രം. അശ്വിനി വൈഷ്ണവ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ.